എല്ലാവർക്കും നമസ്കാരം. അപ്പോ ബൈബിളിലെ ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു വിരോധാഭാസം അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ദൈവത്തെ കണ്ടാൽ മനുഷ്യൻ മരിക്കും എന്ന് പറയുന്ന ബൈബിൾ തന്നെ ദൈവം മോശയോട് മുഖാമുഖം സംസാരിച്ചെന്നും പറയുന്നു. ഈ ഒരു ആശയക്കുഴപ്പത്തിന്റെ ചുരുളഴിക്കാനാണ് നമ്മുടെ ഇന്നത്തെ ശ്രമം. നമുക്ക് തുടങ്ങിയാലോ? അപ്പോ ഇതാണ് ആ ചോദ്യം. വർഷങ്ങളായി ആളുകൾ ചോദിക്കുന്ന, ചിന്തിക്കുന്ന ഒരു ചോദ്യം. എന്തുകൊണ്ടാണ് ദൈവത്തെ മുഖാമുഖം കാണുന്നത് മരണത്തിന് കാരണമാകും എന്ന് പറയുന്നത്? എന്താണിതിന്റെ പിന്നിലെ യഥാർത്ഥ അർത്ഥം? ഇതൊരു വെറും പറച്ചിലല്ല. ദൈവം മോശയോട് നേരിട്ട് പറയുന്ന കാര്യമാണ്. എത്രത്തോളം ഗൗരവമുള്ള ഒന്നാണെന്ന് ഒന്നാലോചിച്ച് നോക്കൂ. ഇതിലും വ്യക്തവും ശക്തവുമായൊരു താക്കീത് കൊടുക്കാനില്ല. പക്ഷേ അവിടെയാണ് കഥയിലെ ട്വിസ്റ്റ്. തൊട്ടുമുമ്പുള്ള വാക്യത്തിൽ പറയുന്നത് നേരെ തിരിച്ചാണ്. അപ്പോ ഇത് രണ്ടും എങ്ങനെ ശരിയാകും? അല്ലേ? ഇതൊരു കിടിലൻ പസിലാണ്. നമുക്ക് ഒരുമിച്ച് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാം. അപ്പോ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ദൈവത്തിന്റെ മുഖം എന്ന ഈ പ്രഹേളിക. ഈയൊരു പസിലിന്റെ ഉത്തരം, അതിന്റെ താക്കോൽ എന്ന് പറയുന്നത്, അതാ വാക്കുകളിലല്ല, മറിച്ച് അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പഴയ ശൈലിയിലാണ്. ആ ഭാഷയുടെ ഒരു പ്രയോഗം മനസ്സിലാക്കിയാൽ മതി, സംഭവം ക്ലിയറാവും. നമുക്ക് ബൈബിളിൽ നിന്ന് തന്നെ ഇതിന് തെളിവുകൾ നോക്കാം. പഴയ കാലത്തെ രാജാക്കന്മാരുടെ കാര്യമൊന്ന് ആലോചിച്ചു നോക്കിക്കേ. രാജാവിന്റെ മുന്നിലെത്താൻ ഒരവസരം കിട്ടുന്നത് തന്നെ വലിയ കാര്യമാണ്, അല്ലേ? അപ്പോ ഫറവോൻ മോശയോട് ഇനി എന്റെ മുഖം കാണരുത് എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം എന്നെ കണ്ണുകൊണ്ട് കാണരുത് എന്നല്ല, മറിച്ച് ഇനി നിനക്ക് എന്റെ മുന്നിൽ വരാനുള്ള അനുവാദമില്ല എന്നൊരു തീർപ്പാണ്. ഇത് രാജാക്കന്മാർക്ക് മാത്രം ബാധകമായിരുന്ന ഒരു കാര്യമല്ലട്ടോ. സാധാരണ കുടുംബങ്ങളിലും ഈ പ്രയോഗമുണ്ടായിരുന്നു. ജോസഫ് സഹോദരന്മാരോട് എന്റെ മുഖം കാണില്ല എന്നു പറയുന്നത് ഒരു കണ്ടീഷൻ വെക്കാനാണ്. അതായത് ആളുകൾ സംസാരിക്കുമ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ശൈലിയായിരുന്നു ഇത്. വീണ്ടും നോക്കൂ, ദാവീദ് രാജാവിന്റെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. സ്വന്തം മകനോട് എന്റെ മുഖം കാണരുത് എന്നു പറയുന്നു. ഇവിടെയും വളരെ വ്യക്തമാണ്, വിഷയം കാഴ്ചയല്ല, കൂടിക്കാഴ്ചയാണ്. അപ്പോ നമുക്കിത് ഇങ്ങനെ ചുരുക്കി പറയാം. ബൈബിളിൽ മുഖം കാണുക എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കാണുന്നൊരു കാര്യമല്ല, അതൊരു ശൈലിയാണ്. ഒരാളുടെ മുന്നിൽ ചെല്ലുക, ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിക്കുക, അതാണതിന്റെ യഥാർത്ഥ അർത്ഥം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് തിരികെ വരാം. ദൈവത്തിന്റെ മുഖം കണ്ടാൽ ജീവനോടെ ഇരിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അത് ശാരീരികമായ മരണമല്ല, മറിച്ച് ദൈവവുമായി അത്രയും തീവ്രമായ ഒരു കൂടിക്കാഴ്ച നടന്നാൽ നിങ്ങളുടെ പഴയ നിങ്ങൾ ഇല്ലാതാകും, നിങ്ങൾ മൊത്തത്തിൽ മാറും. അതൊരു ആത്മീയമായ രൂപാന്തരമാണ്. ഓക്കെ, അപ്പം മുഖത്തിന്റെ കാര്യം നമുക്ക് മനസ്സിലായി. ഇനി കഥയുടെ അടുത്ത ഭാഗത്തേക്ക് പോകാം. എന്താണ് ഈ ദൈവത്തിന്റെ പുറക്ക് കണ്ടു എന്ന് പറയുന്നതിന്റെ രഹസ്യം? മുഖം കാണുക എന്നുവെച്ചാൽ ഒരാളോട് അടുക്കുക, കാണുക എന്നാണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് പുറം കാണിക്കുക എന്നതിനർത്ഥം എന്തായിരിക്കും? അതും ഒരു ശൈലിയാണ്. ഒരാൾ നമ്മളെ വിട്ടുപോകുന്നു അല്ലെങ്കിൽ മുന്നോട്ടു പോകുന്നു എന്ന് കാണിക്കാനാണ് ആ പ്രയോഗം. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് മോശയ്ക്ക് കിട്ടിയ ആ ദർശനത്തെക്കുറിച്ചാണ്. ഇതൊരു വെറും ദർശനമായിരുന്നില്ല, മോശയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു ദൈവിക സന്ദേശമായിരുന്നു അത്. എന്തിനാണ് മോശയ്ക്ക് ദൈവം തന്റെ പുറക് കാണിച്ചുകൊടുത്തത്? അതിന്റെ കാരണം മനസ്സിലാക്കാൻ നമ്മൾ കുറച്ച് പിന്നോട്ട് പോകണം. സംഭവിച്ചതിതാണ്. 1. മോശ ഇസ്രായേൽ ജനങ്ങളെക്കൊണ്ട് ആകെ മടുത്തിരുന്നു. 2. ആ ദേഷ്യത്തിൽ ദൈവം പറഞ്ഞത് കേൾക്കാതെ വെള്ളത്തിനു വേണ്ടി പാറയെ അടിച്ചു. അതിന്റെ ശിക്ഷയോ കടുത്തതായിരുന്നു. മോശയ്ക്ക് വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കാൻ കഴിയില്ലെന്ന് ദൈവം വിധിച്ചു. അപ്പോ ആ ദർശനം ശരിക്കും ഈ വിധിയുടെ ഒരു പ്രവചനമായിരുന്നു. ഇവിടെയാണ് ഈ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഹൃദയസ്പർശിയായ ഭാഗം. ദൈവത്തിന്റെ പുറക് കണ്ടു എന്നതിന്റെ അർത്ഥം ഇതായിരുന്നു: ദൈവം തന്റെ ജനങ്ങളുമായി വാഗ്ദത്ത നാട്ടിലേക്ക് മുന്നോട്ടു പോവുകയാണ്, പക്ഷേ മോശയെ കൂടാതെ. അതൊരു കാഴ്ചയായിരുന്നില്ല, അതൊരു തിരിച്ചറിവായിരുന്നു. അപ്പോ ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? കാണുക എന്ന വാക്കിന്റെ യഥാർത്ഥ പൊരുൾ എന്താണ്? അപ്പം ചുരുക്കി പറഞ്ഞ, ബൈബിളിൽ ദൈവത്തെ കാണുക എന്ന് പറയുന്നത് ഒരു കാഴ്ചയല്ല, അത് ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കുക, അവിടത്തെ അറിയുക, അവിടത്തെ ശക്തി തിരിച്ചറിയുക എന്നൊക്കെയാണ്. നമ്മുടെ ജീവിതം ദൈവത്തിന്റെ ലക്ഷ്യങ്ങളുമായി ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു ആഴത്തിലുള്ള അനുഭവമാണത്. ഈ ആശയം പിന്നീട് പുതിയ നിയമത്തിലും ആവർത്തിക്കുന്നുണ്ട്, അല്ലേ? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. കണ്ടോ, ഇവിടെയും കാഴ്ച കണ്ണിനല്ല, ഹൃദയത്തിനാണ് പ്രാധാന്യം.
അപ്പോ നമ്മുടെ ഈ ഒരു വിശകലനം ഇവിടെ പൂർണ്ണമാവുകയാണ്. പോകുന്നതിന് മുൻപ് ഒരു ചോദ്യം മാത്രം. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് വ്യക്തിപരമായി ദൈവത്തെ കാണുക എന്നതുകൊണ്ട് എന്താണ് തോന്നുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ.